കാലാവധി കഴിഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്ന് പടിയിറങ്ങുകയാണ്. പകരം ജയകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആ സ്ഥാനത്തേക്ക് എത്തുക കൂടിയാണ്. ഇപ്പോൾ PS പ്രശാന്ത് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണ് ഈ സ്ഥാനത്ത് നിന്ന് താൻ ഒഴിയുന്നത് എന്ന കാര്യം നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ശരിക്കും പൂർണ്ണ സംതൃപ്തിയോടുകൂടി തന്നെയാണോ? ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള അവകാശവാദം എനിക്കില്ല. പക്ഷേ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് ഭഗവാനെ തൊഴുവാനുള്ള, സംതൃപ്തമായി മലയിറങ്ങുവാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മാർത്ഥമായ വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെ നല്ല രീതിയിൽ ഒരു ഭക്തൻ പോലും പരാതി പറയാത്ത രീതിയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി, സർക്കാരിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി ചെയ്യാൻ സാധിച്ചു. ഇപ്രാവശ്യം അതിനേക്കാൾ നന്നായി കൂടുതൽ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചിട്ടുണ്ട്. അത് പാർക്കിങ്ങിന്റെ കാര്യത്തിലായാലും ശരി തന്നെ, പമ്പയിലെ സംവിധാനങ്ങളിലായാലും ശരി തന്നെ, പിന്നെ പ്രസാദം വിതരണത്തിന്റെ കാര്യത്തിലായാലും അന്നദാനത്തിലായാലും എല്ലാ കാര്യങ്ങളിലും ഒട്ടേറെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ദേവസ്വം ബോർഡിനുണ്ട്. പിന്നെ കേരളത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒട്ടേറെ ആ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും പരമാവധി സഹായങ്ങൾ ഈ ബോർഡിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനിടയിലാണ് ശബരിമല സ്വർണ്ണക്കേസ് വന്നത്. അത് ശരിക്കും ഈ ഭരണസമിതി അടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി, ഒരു തരത്തിൽ പ്രതികൂട്ടിലാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത് എങ്ങനെ കാണും? അതിന് നിർഭാഗ്യം എന്ന രീതിയിലാണോ കാണുന്നത്? അല്ല, നിർഭാഗ്യമാണല്ലോ എല്ലാം. പക്ഷേ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞതുപോലെ ഒരു ദുർവ്യാഖ്യാനം ഒക്കെ ഇതിന്റെ പേരിലുണ്ടായി, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം, ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. അതിന്റെ ഭാഗമായി ഞങ്ങൾ സർക്കാരുമായി കൂടിയാലോചിച്ച്, അപ്പോൾ കോടതിയോട് നിങ്ങൾ ആവശ്യപ്പെടണം, ദേവസ്വം ബോർഡ് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞതിന്റെ സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കോടതിയോട് സത്യസന്ധമായ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. കോടതി വളരെ ഗൗരവമായി തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ഭക്തർക്കുണ്ടായി ഈ ആശങ്കയൊക്കെ മാറുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് നിലവിൽ ചില വാർത്തകൾ നേരത്തെ വന്നിരുന്നു, PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകുന്നു, തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയും സർക്കാരുമാണ്. പക്ഷെ അത്തരം വാർത്തകൾ ആദ്യം വന്നിരുന്നു, അത് വെറും മാധ്യമ വാർത്തകൾ തന്നെയായിരുന്നു. താങ്കൾക്ക് ഇനിയും ഈ ഒരു സ്ഥാനത്ത് തുടർന്നിരുന്നെങ്കിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത്തരത്തിലുള്ള എന്തെങ്കിലും ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു? അല്ല, ആഗ്രഹത്തിന്റെ കാര്യമല്ലല്ലോ. ഇപ്പോൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ലാത്തത്, അത് ആഗ്രഹത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ ഇതിനൊരു കാലാവധി ഉണ്ടല്ലോ, 2 വർഷം എന്നുള്ളത് കാലാവധി തന്നെയല്ലേ. അത് മുൻ ബോർഡുകൾക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതിനേക്കാൾ വലിയ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും മുൻ ബോർഡുകൾ 2 വർഷം പൂർത്തിയാകുമ്പോൾ ഒഴിഞ്ഞു പോകും. അതുപോലെ ഞാനും ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്നു. മറ്റതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശബരിമല കൊള്ളയായിട്ട് സംബന്ധിച്ച് നിലവിൽ 5 or 6 പ്രതികൾ ഇതിൽ പിടിയിലായിട്ടുണ്ട്, റിമാൻഡിലായിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർ മുൻ പ്രസിഡന്റുമായിട്ടുള്ള N. വാസു അടക്കം നിലവിൽ റിമാൻഡിലാണ്. ഇന്നലെ മന്ത്രി കടകംപള്ളി പറഞ്ഞത് അദ്ദേഹം ഒരു സത്യസന്ധനാണെന്നാണ് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണോ താങ്കളും വിശ്വസിക്കുന്നത്? അല്ല, എനിക്കിപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആധികാരികമായ അഭിപ്രായം പറയേണ്ട ആളല്ലല്ലോ. സ്വാഭാവികമായി എല്ലാം ഏജൻസി അന്വേഷിക്കുകയല്ലേ. ആരാണ് സത്യസന്ധനല്ല, ഇപ്പം ആരാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതിയാണ്. കോടതികൾ അങ്ങനെ ഒരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയുന്നത് ശരിയായ കാര്യമല്ല. വ്യക്തിപരമായ അഭിപ്രായം, അതായത് താങ്കൾ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കൂടി അദ്ദേഹം പല ദേവസ്വം ബോർഡ് വിഷയങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാസു നേരത്തെ CPMന്റെ സഹയാത്രികയാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വാസുവിന്റെ അറസ്റ്റ് അത് വലിയ രീതിയിൽ സർക്കാരിനെയും പാർട്ടിയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും. അപ്പോൾ വാസു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമായി ഇങ്ങനെ ശബരിമലയിൽ ഒരു ആസൂത്രിതമായ ശ്രമം ഈ കൊള്ള നടത്താൻ ഉണ്ടായി എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഞാൻ വ്യക്തിപരമായി അഭിപ്രായം പറയേണ്ട ആളല്ലല്ലോ. അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞില്ല. അതിനെ സംബന്ധിച്ചെല്ലാം ഒരു നല്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ കോടതിയുടെ നിരീക്ഷണത്തിൽ. അപ്പൊ ഞാനിത് ചാടിക്കേറി ആണോ അല്ലയോ എന്ന് അഭിപ്രായം പറയേണ്ട ആളല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ പുറത്തു വരുമല്ലോ. അതിനപ്പുറം ഈ അന്വേഷണ ഘട്ടത്തിൽ ഞാനൊരു അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആഗോള അയ്യപ്പ സംഘം, ഇതിനു മുമ്പ് ഇടത് സർക്കാർ പോലും ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ആലോചിച്ചിട്ടേ ഇല്ല. അത് വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ബദൽ സംഗമങ്ങൾ പിന്നീട് കോൺഗ്രസ് അടക്കം നടത്തി, സംഘപരിവാർ സംഘടനകൾ നടത്തി. എങ്ങനെ അയ്യപ്പ സംഗമത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ നോക്കിക്കാണുന്നു? അയ്യപ്പ സംഗമം ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടിയായിരുന്നു. അത് നടത്തിയത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒരു ഊർജ്ജസ്വലമായ കാഴ്ചപ്പാടായിരുന്നു. അതിലിപ്പോഴും
ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ശബരിമലയിൽ അടിസ്ഥാന വികസനം ഉണ്ടാകണം. രാജ്യത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും ലക്ഷോപലക്ഷം ഭക്തജനങ്ങളല്ലേ അവിടേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വികസനം വേണ്ടേ. അപ്പോൾ ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഘത്തിന്റെ നേട്ടമായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സകല സാമുദായിക സാംസ്കാരിക സംഘടനകളും ഒറ്റക്കെട്ടായി സർക്കാരിന് പിന്തുണ നൽകുന്നത്. അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് സർക്കാർ പോകും. മാത്രമല്ല, ആ ആ മാസ്റ്റർ പ്ലാനിന്റെ പ്രയോക്താക്കളിൽ ഒരാളായ ജയകുമാർ സാറിനെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വച്ചിരിക്കുന്നത്. അത് തന്നെ സർക്കാരിന്റെ ഒരു വലിയ കാഴ്ചപ്പാടല്ലേ. അപ്പം എന്തുകൊണ്ട് വേറൊരു ഓപ്ഷനിലേക്ക് പോയില്ല? അപ്പം സ്വാഭാവികമായും സർക്കാർ വീണ്ടും ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ജയകുമാർ സാറിനെ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുണ്ടാവും. ശബരിമലയ്ക്ക് വലിയ വികസനം സാധ്യമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റോപ്പ് വേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, എത്രയോ കാലങ്ങളായി 2012 തുടങ്ങിയ ഒരു കാര്യമാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതൊക്കെ ഈ സർക്കാരിന്റെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ റോപ്പ് വേക്ക് ഇനി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ സമഗ്രമായൊരു വികസനം, ശബരിമലയുടെ വികസനമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്, ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ജയകുമാർ സാറിന്റെ നിയമനമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചോദ്യം കൂടി. താങ്കൾക്കെതിരെ ഇതിനിടെ ഒത്തിരി ആരോപണങ്ങൾ വന്നു. താങ്കളുടെ സ്വത്തുവകകൾ സംബന്ധിച്ച് നേരത്തെ കൊടുത്ത അഫിഡവിറ്റിലെ സ്വത്തുവകകളല്ല, കോടിക്കണക്കിന് സ്വത്ത് സമ്പാദ്യം നടത്തുന്നു, വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട്. അത്തരം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എന്താണ് മറുപടി? ഒപ്പം ഇനി ഭാവി പരിപാടി എന്താണ്? ഞാൻ പറയുന്നത്, ഈ പ്രതിപക്ഷ ആരോപണമൊക്കെ ഞാൻ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ, ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി വിജിലൻസ് അന്വേഷണമൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു, എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു കാര്യം വ്യക്തമായി പറയുന്നു. എൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഈ കേരളത്തിലോ മറ്റ് പ്രദേശങ്ങളിലോ എൻ്റെ പേരിലൊരു സെന്റ് ഭൂമിയില്ല. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ പരസ്യമാണ്. ഞാൻ അഫിഡവിറ്റ് 2021 ഞാൻ മത്സരിക്കുമ്പോൾ കൊടുത്തതിൽ ഒരു തെറ്റും ഒരു അപ്ഡേഷനും അതിനുശേഷം വരുത്തേണ്ടതും സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് 3 ലക്ഷത്തിൽ താഴെയാണ്. അത് ഏറ്റവും കൂടുതൽ എന്നെക്കുറിച്ച് ആക്ഷേപം പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിനെ ഞാൻ വീണ്ടും ചോദിക്കുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ ആസ്തി എന്താണ്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആസ്തി എന്താണ്? നിങ്ങൾ പരിശോധിക്കൂ. അപ്പോൾ അങ്ങനെ വരട്ടെ. ഞാൻ പറയുകയാണ്, പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആസ്തി പുറത്തുവിടൂ. എൻ്റെ ആസ്തി ഞാൻ പരസ്യമായിട്ട് പുറത്തുവിടാൻ തയ്യാറാണ്, ഒരു സമ്പാദത്തിനും തയ്യാറാണ്. അപ്പം ജനം വിലയിരുത്തട്ടെ, ഞാനാണോ കോടീശ്വരൻ, പ്രതിപക്ഷ നേതാവാണോ കോടീശ്വരൻ? അദ്ദേഹം പിന്നെ പറവൂർ മത്സരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ആസ്തി, ഇപ്പോൾ എന്താ ആസ്തി എന്ന് നോക്കട്ടെ, ഒന്ന് വിലയിരുത്തട്ടെ. അപ്പം അത് ജനം വിലയിരുത്തട്ടെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച, പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണല്ലോ. അത് വളരെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പാർട്ടിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി പാർട്ടി എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിലേക്ക് ഞാൻ പോകും. അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം, ഇതുപോലുള്ള പദവികളിൽ ഇരിക്കുക മാത്രമല്ലല്ലോ, പാർട്ടി പ്രവർത്തനം ഉണ്ടല്ലോ. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.